ജൂൺ 21 ശനിയാഴ്ച. മത്തായി 6:24 മുതൽ 34 വരെ വാക്യങ്ങൾ. വൺ ഡേ അറ്റ് എ ടൈം, ഒരു ദിവസം ഒരു സമയം എന്ന വാചകം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് ഒരു സാധാരണ പ്രയോഗമാണ്. പക്ഷേ ലഹരി വസ്തുക്കളുടെ ഉപയോഗ വൈകല്യത്തിൽ നിന്ന് രോഗശാന്തി നേടുന്നതിൻ്റെ പ്രാധാന്യം ഇത് പ്രത്യേകിച്ച് വ്യക്തമാക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് അംഗങ്ങൾ ഈ വാചകം ഒരു ഓർമ്മപ്പെടുത്തലായി ഉപയോഗിക്കുന്നു. രോഗശാന്തി പ്രക്രിയ ഒരു രോഗശാന്തിയല്ല, ഇത് ദിവസവും ഏറ്റെടുക്കേണ്ട ഒരു പരിശീലനമാണ്. ഒരിക്കൽ ഒരു ക്ലോക്ക് നിർമ്മാതാവ് ഒരു പെൻഡുലം ഒരു ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്കിൽ കൊളുത്തുന്നത് ഒരു മനുഷ്യൻ കണ്ടു. അയാൾ സ്വയം ചിന്തിച്ചു, ആ പെൻഡുലം നൂറ്റാണ്ടുകളായി ടിക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അയാൾ പെട്ടെന്നൊരു കണക്കുകൂട്ടൽ നടത്താൻ തുടങ്ങി. മിനിറ്റിൽ 60 ടിക്സ്, അതായത് മണിക്കൂറിൽ 3600 ടിക്സ്, ഒരു ദിവസം 86,400 ടിക്സ്. എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്ന് പെൻഡുലം പറയുന്നതായി ആ മനുഷ്യൻ സങ്കല്പിച്ചു. തുടർന്ന് അയാൾ ചിന്തിച്ചു, തീർച്ചയായും അത് ചെയ്യും. അത് ഒരു സമയം ഒരു ടിക്ക് മാത്രമേ ഉണ്ടാക്കൂ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, വിഷമിക്കേണ്ട, അല്ലെങ്കിൽ ആകുലരാകേണ്ട. ആകുലത നമ്മെ ഒരിക്കലും സഹായിക്കില്ല. അത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയുള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രവർത്തിച്ചുകൊണ്ട് പ്രതിരോധ ശേഷിയുള്ളവരായിരിക്കും എന്നതാണ് പ്രാധാന്യം. നിയന്ത്രണങ്ങൾ കാരണം നമ്മൾ നിശ്ചലരായി പോയെങ്കിലും നമുക്ക് വിശ്വാസവും പ്രത്യാശയും നിലനിർത്താം. നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ അനാഥരായി വിടുകയില്ല. അവൻ്റെ രാജ്യവും നീതിയും നമുക്ക് നിരന്തരം അന്വേഷിക്കാം. തക്ക സമയത്ത് അവൻ എല്ലാം താഴ്വരയിലെ ലില്ലിപ്പൂ പോലെ മനോഹരമാക്കും. ഒരു ദിവസം ഒരു സമയം എന്ന വാചകം നിങ്ങൾ കണ്ടെത്തുന്ന ഏത് പ്രയാസകരമായ സാഹചര്യത്തിനും ബാധകമാണ്. അടുത്ത 24 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ സമ്മർദ്ദം ചെലുത്താതെ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും. ഭാവി നിങ്ങൾക്ക് എന്ത് കരുതി വയ്ക്കുമെന്നോ ഭയാനകമായ എന്തെങ്കിലും സംഭവിക്കുമെന്നോ എന്ന് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യേശു തൻ്റെ ശിഷ്യന്മാരോട് അവരുടെ മുൻഗണനകൾ ക്രമത്തിൽ സൂക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നു. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് അവർ വിഷമിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. ഭക്ഷണം അല്ലെങ്കിൽ പാർപ്പിടം എന്നിവയേക്കാൾ കൂടുതലാണ് ജീവിതമെന്ന് യേശു അവരെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ധനവും നമുക്കുണ്ടായിരിക്കാം, എന്നിട്ടും നമുക്ക് തൃപ്തരാകാൻ സാധിക്കില്ല. ദൈവത്തിന് മാത്രമേ നമുക്ക് യഥാർത്ഥവും ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകാൻ കഴിയുമെന്ന് യേശു തൻ്റെ ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. അതെ, നമ്മുടെ അത്ഭുതകരമായ ലോകത്തിൽ നിരവധി ദാനങ്ങളുണ്ട്, നിരവധി വസ്തുക്കളുണ്ട്. പക്ഷെ ദൈവമില്ലെങ്കിൽ അതിനൊന്നും അർത്ഥമില്ല. എന്നിട്ടും പലപ്പോഴും തെറ്റായ സ്ഥലങ്ങളിലും നമ്മൾ സ്നേഹവും സംതൃപ്തിയും തേടുന്നത് തുടരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമാധാനത്തിനും കൃപയ്ക്കും സന്തോഷത്തിനും വേണ്ടി നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. മറ്റെല്ലാം ഹ്രസ്വമാണ്.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.